തമസ്സല്ലോ സുഖപ്രദം, വെളിച്ചം ദുഃഖമാണുണ്ണി, തമസ്സല്ലോ സുഖപ്രദം. മലയാള ഭാഷ ഒരുപക്ഷെ ഏറ്റവും ഗദ്ഗതപ്പെടുന്ന ദിവസമാകും ഇന്ന്. എഴുത്തച്ഛൻ്റെ വിവർത്തന കാവ്യം കൊണ്ട് 4 നൂറ്റാണ്ട് പിടിച്ചു നിന്ന ഭാഷയിലേക്ക് ആധുനികതയുടെ തീപ്പന്തം എറിഞ്ഞയാളാണ് വിടവാങ്ങിയത്. കവിത തന്നെ മാറിപ്പോയി അക്കിത്തത്തിൻ്റെ 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസത്തോടെ. ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി പൊഴിക്കുമ്പോൾ ആത്മാവിലുദിക്കുന്ന നിത്യനിർമ്മല പൗർണമിയെക്കുറിച്ച് പഠിപ്പിച്ചയാൾ. ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ, ഉദിക്കയാണെന്നാത്മാവിൽ 1000 സൗരമണ്ഡലം. ഇതാണ് പുതിയ ലോകത്തെ മലയാളിക്ക് പരിചയപ്പെടുത്തിയ വരികൾ. മറ്റുള്ളവർക്കായി ഒരു കണ്ണീർക്കണം പൊഴിക്കുമ്പോൾ ആത്മാവിൽ ഉദിക്കുന്നത് 1000 സൗരമണ്ഡലങ്ങൾ. ഒരു പുഞ്ചിരി ചെലവാക്കുമ്പോൾ ഹൃദയത്തിൽ ഉണ്ടാകുന്നത് നിത്യനിർമ്മല പൗർണമി. പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചെലവാക്കവേ, ഹൃദയത്തിലുലാവുന്നു നിത്യനിർമ്മല പൗർണമി. വെളിച്ചം ദുഃഖമാണുണ്ണി എന്ന വരികൾ വരുന്നത് 1000 ശിശുമരണങ്ങളെ ചൂണ്ടിക്കാണിച്ചാണ്. കൊടിയ ഭക്ഷ്യക്ഷാമത്തിന്റെ കാലത്ത് വിശന്നു മരിച്ച കുഞ്ഞുങ്ങളെ ഓർത്തെഴുതിയതാണ് ആ വരികൾ. അരിവെക്കുന്നവന്റെ തീയിൽ ചെന്ന് ഈയാമ്പാറ്റ പതിച്ചു. അതിനാൽ പിറ്റേന്നിടവഴിക്കുണ്ടിൽ മരിച്ചു വീഴുന്ന കുട്ടികളെയാണ് കാണുന്നത്. കവിതാ കൽപ്പനയുടെ ഉത്തുംഗ ശൃംഗം. അരിവെപ്പോന്റെ തീയിൽ ചെന്നീയാമ്പാറ്റ പതിക്കയാ, പിറ്റേന്നിടവഴിക്കുണ്ടിൽ കാൺമൂ ശിശുശവങ്ങളെ. കരഞ്ഞു ചൊന്നേൻ ഞാനന്ന് ഭാവി പൗരനോടിങ്ങനെ, വെളിച്ചം ദുഃഖമാണുണ്ണി, തമസ്സല്ലോ സുഖപ്രദം, വെളിച്ചം ദുഃഖമാണുണ്ണി, തമസ്സല്ലോ സുഖപ്രദം. ആന വലിച്ചാൽ അനങ്ങാത്ത ഭണ്ഡാരവും ആകാശഭേദിയാം സ്വർണ്ണ കൊടിമരവുമുള്ള അമ്പലങ്ങളെ തിരുത്തുകയാണ് പ്രശസ്തമായ ഈ വരികൾ. ആന വലിച്ചാൽ അനങ്ങാത്ത ഭണ്ഡാരമാകാശഭേദിയാം സ്വർണ്ണക്കൊടിമരം പൊൻതാഴികക്കുടം വെച്ചൊരാ കോവിലിൽ ചെന്താർ മണവാളർ തന്നങ്ക്രിയിൽ എൻ കൈതടഞ്ഞത് പുണ്യവിഭാഗമാണെങ്കിലും അർച്ചനാ പുഷ്പദളങ്ങളിൽ ഊരാളൻ എന്നോടു ചൊല്ലിയ വാക്കിനാലൂറിയ കണ്ണീർ പടർന്നു പലപ്പോഴും. ഉപ്പിനും ചോറിനും വേണ്ടിയിട്ടന്യന്റെ ചൊൽപ്പടിക്കെന്നെ ബലി കൊടുക്കുന്നു ഞാൻ. ശാന്തിക്കാരനും തികഞ്ഞ വിശ്വാസിയുമായിരിക്കുമ്പോഴും അക്കിത്തത്തിന് വേറിട്ട നിലപാടുണ്ടായിരുന്നു. ക്ഷേത്രങ്ങളുടെ ധൂർത്തിനെ വിമർശിച്ചെഴുതിയതാണ് എന്റെയല്ലീ കൊമ്പനാനകൾ. പദപ്രയോഗം കൊണ്ട് മലയാളത്തിൽ സമാനതകളില്ലാത്ത വരികൾ. എന്റെയല്ലീ കൊമ്പനാനകൾ, എന്റെയല്ലീ മഹാക്ഷേത്രവും മക്കളെ. നിങ്ങൾ തൻ കുണ്ഠിതം കാൺമതിൽ ഖേദമുണ്ടെങ്കിലും നിന്ദിപ്പതില്ലെൻ വിധിയെ ഞാൻ. ഗർഭഗൃഹത്തിലുണ്ടാശ്രിത വാത്സല്യ നിർഭരനായൊരാളെന്റെയായി. ഗർഭഗൃഹത്തിലുണ്ടാശ്രിത വാത്സല്യ നിർഭരനായൊരാൾ എന്റെയായി. അക്കിത്തം ആരാണ്? ആ ചോദ്യത്തിന് കക്ഷിരാഷ്ട്രീയ പ്രബുദ്ധമായ കേരളത്തിൽ വലിയ സ്ഥാനമുണ്ട്. EMSൻ്റെയും VTയുടെയും സഹയാത്രികനായിരുന്നയാൾ. നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങളെ ചൂലെടുത്ത് അടിക്കുന്ന ഭാഷയിൽ തല്ലിച്ചതച്ചയാൾ. വൈലോപ്പിള്ളി കുടിയൊഴിക്കലിൽ എങ്ങനെ വിമർശിച്ചോ അതിലും കഠിനമായി 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസത്തിൽ അക്കിത്തം കമ്മ്യൂണിസ്റ്റുകാരെ വിമർശിച്ചു. കമ്മ്യൂണിസത്തെ അണിയുകയും കമ്മ്യൂണിസ്റ്റുകാരെ വിമർശിക്കുകയും ചെയ്ത അക്കിത്തം അതോടെ പുരോഗമന സംഘടനകളുടെ വേദികളിൽ നിന്ന് പുറത്തായി. പിന്നെ പങ്കെടുത്ത വേദികൾ നോക്കി അക്കിത്തത്തിന് ചിലർ രാഷ്ട്രീയ നിറവും നൽകി.
പക്ഷേ ആ കവിത ഇതിനെല്ലാം അപ്പുറമുള്ള രാഷ്ട്രീയമാണ് സംസാരിച്ചത്. ബൂർഷ്വ എന്നു വിളിക്കുന്നു ചിലരെ തത്വവേദികൾ, ശേഷിക്കുന്നവരെ പെറ്റി ബൂർഷ്വ എന്നൊരു പേരിലും. അധികം വൃത്തികെട്ടോരും പേടിച്ചിടേണ്ട കൂട്ടരും, വിശ്വസിക്കരുതാത്തോരും രണ്ടാം പേരുള്ള ജീവികൾ. ബൂർഷ്വ എന്ന് വിളിക്കുന്നു ചിലരെ തത്വവേദികൾ, ശേഷിക്കുന്നവരെ പെറ്റി ബൂർഷ്വ എന്നും വിളിക്കുന്നു. വൃത്തികേട് കൂടുതലുള്ളവരും പേടിച്ചിടേണ്ടവരും വിശ്വസിക്കരുതാത്തവരുമാണ് പെറ്റി ബൂർഷ്വകളെന്നാണ് അക്കിത്തം എഴുതിയത്. നശിച്ചിടേണ്ട വർഗത്തിൽ ജനിച്ച അവർക്ക് ഹൃദയമോ ബുദ്ധിയോ ഇല്ലെന്നും കവി. നശിച്ചിടേണ്ട വർഗത്തിൽ ജനിച്ചോരിരുകൂട്ടരും, നമ്മളോ മർദ്ദിതർക്കെന്നും മുന്നണിപ്പടയാളികൾ. അവർക്കുണ്ടായിരുന്നിട്ടില്ലുണ്ടാവില്ലിനിമേലിലും, ഇന്നുമില്ല ഹൃദയമോ ബുദ്ധിയോ ശിലയാണവർ. കമ്മ്യൂണിസത്തിന്റെ ഈ തത്വത്തെ നെഞ്ചേറ്റുന്ന കവി വിമർശിക്കുന്നത് ചോര വീഴിക്കുന്ന കമ്മ്യൂണിസ്റ്റ് കലാപങ്ങളെയാണ്. കാവുമ്പായി കരിവെള്ളൂരിലും മുനയൻകുന്നിലും നടന്നതിനെ വിമർശിക്കുന്ന വരികൾ വിപ്ലവ സംഘടനകൾക്ക് വാരിക്കുന്തമായി തോന്നി. കാവുമ്പായി കരിവെള്ളൂരിൽ മുനയൻകുന്നിലും വൃഥാ അലയുന്നുണ്ടൊരാളാത്മ ചൈതന്യ പരിപീഡിതൻ. അവൻ കൈകൾ ഉയർത്തുന്നു വലിപ്പൂ നിജമൂർധജം, അപാരാകാശത്തിൽ നോക്കി കിതച്ചിടുന്നു മുണ്ടവൻ. ഇസങ്ങൾക്ക് വഴങ്ങാത്ത വിശാല മാനവികതയായിരുന്നു അക്കിത്തത്തിന്റെ പഴയ കവിതകളുടെ ഊടും പാവും നെയ്തത്. EMSനും വീട്ടിക്കുമൊപ്പം പ്രവർത്തിച്ച അക്കിത്തത്തിനോട് വിമർശനങ്ങൾക്കതീതമായി പാർട്ടി ചേർന്ന് നിൽക്കാൻ ശ്രമിച്ചത് അവസാന കാലത്താണ്. അക്കിത്തത്തിന്റെ 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ രചനയാണെന്ന് പലരും വിധി എഴുതുന്നത് കണ്ടിട്ടുണ്ട്. വൈരവപ്പള്ളിയുടെ കുടിയൊഴിക്കൽ എന്ന ഖണ്ഡകാവ്യത്തെയും അക്കിത്തത്തിന്റെ 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസത്തെയും ഇടതുപക്ഷ സഹയാത്രികരുടെ സൗഹൃദപൂർണമായ വിമർശനമായി എന്തുകൊണ്ട് കണ്ടുകൂടാ എന്ന ചോദ്യം മാത്രം ഇവിടെ ഉന്നയിക്കട്ടെ. ചിരിക്കുന്ന മനുഷ്യന്റെ മറക്കാനുള്ള ശക്തിയെ, ചിരിക്കുന്ന മനുഷ്യന്റെ മറക്കാനുള്ള ശക്തിയെക്കുറിച്ചും കരയുന്ന മനുഷ്യന്റെ സഹജീവാനുകമ്പയെക്കുറിച്ചും അക്കിത്തം അന്നേ എഴുതി കഴിഞ്ഞതാണ്. പക്ഷേ പാർട്ടികളെന്നും കവി പോയി നിൽക്കുന്ന അരങ്ങ് നോക്കിയാണ് ആ രാഷ്ട്രീയം നിർണയിക്കുന്നത്. ചിരിക്കുന്ന മനുഷ്യന്റെ മറക്കാനുള്ള ശക്തിയെ, കരയുന്ന മനുഷ്യന്റെ സഹജീവാനുകമ്പയെ. പാലക്കാട് കുമരനെല്ലൂരിലേക്ക് എഴുത്തിൻ്റെ ജ്ഞാനപീഠം 2 വട്ടമാണ് എത്തിയത്. ആദ്യം MTക്കും പിന്നീട് അക്കിത്തത്തിനും. കാലത്തെ മാറ്റിമറിച്ച ചിന്തകളും ഭാവനകളും ഉണ്ടായ ആ നാട്ടിലാണ് അക്കിത്തം വളർന്നതും അവസാന കാലം വരെ ജീവിച്ചതും. അക്കിത്തവും MTയും തമ്മിൽ എക്കാലവും ഉണ്ടായിരുന്നു ഒരു പാരസ്പര്യം. തിരിഞ്ഞു നോക്കിപ്പോവുന്നു ചവിട്ടിപ്പോന്ന ഭൂമിയെ, എനിക്കുമുണ്ടായിരുന്നു സുഖം മുറ്റിയ നാളുകൾ. പാലക്കാട് കുമരനെല്ലൂർ സ്കൂളിൽ ആരെയും മോഹിപ്പിക്കുന്ന ആ പ്രവേശന രജിസ്റ്റർ ഇപ്പോഴുമുണ്ട്. ജ്ഞാനപീഠമേറിയ 2 പേർ കടന്നുപോയ ക്ലാസ് മുറികളാണ് 8 പതിറ്റാണ്ട് പഴകിയ ഈ അക്ഷരങ്ങൾ ഓർമ്മിപ്പിക്കുന്നത്. അമ്മതൻ മധുരോദാര വാത്സല്യ ശ്രുതി തൻ പദ, ഇന്നുമുണ്ടൻ പുകയിലക്കറ കേറിയ ചുണ്ടിലും. അക്കിത്തം 2 ക്ലാസ് മുന്നിലായിരുന്നുവെങ്കിലും കവിതയുടെയും കഥയുടെയും ഈ 2 നിളയും ഒന്നിച്ചൊഴുകി. എൻ്റെ മുമ്പിൽ വെച്ച് അപ്പുറത്തെ മുറിയിലിരുന്ന് അദ്ദേഹം എഴുതി തീർത്ത് കഴിഞ്ഞ് എന്നോട് വായിച്ചു നോക്കാം, വാസു ഒന്ന് വായിച്ചു നോക്കും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പല കവിതകളും രൂപപ്പെടുന്നത് എൻ്റെ പാർപ്പിടത്തിൻ്റെ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതാ കവി. പുല്ലാണവനു കാന്താരൻ
പർവ്വതം പാഴ്മണൽ തരി സമുദ്രമിറവെള്ളം വിണ്ടലമോ കുടവട്ടവും. അമേറ്റൂർ അക്കിത്തം വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെയും പാർവതി അന്തർജനത്തിന്റെയും മകൻ കുമരനെല്ലൂർ സ്കൂളിലെത്തുന്നത് ഇല്ലത്തെ പഠനത്തിന് ശേഷമാണ്. സംസ്കൃതവും ജ്യോതിഷവും കഴിഞ്ഞാണ് സ്കൂളിലേക്കുള്ള വരവ്. അന്നേ തുടങ്ങിയതാണ് കവിതയും നാടകവും. പിന്നെ നമ്പൂതിരി സമുദായത്തിലെ അനീതി തുറന്നുകാട്ടിയ ഉണ്ണി നമ്പൂതിരിയുടെ പ്രസാധകനായി. EMSഉം വീട്ടിയുമെല്ലാം അടുത്ത സുഹൃത്തുക്കൾ. കവിത കൊണ്ടാണ് നമ്പൂതിരി സ്ത്രീകളെ അക്കിത്തം തിരുത്തിയത്. ഇച്ഛത്തയാഥാസ്ഥിതികത്വ സിംഹം ഗർജിക്കുമെന്നോർത്തു പരുങ്ങിടാതെ പുറത്തിറങ്ങിയിടുക ജന്മസൗഖ്യം തിരഞ്ഞു നമ്പൂതിരി കന്യകേ നീ. 1952 21-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം. അതോടെ മലയാള കാവ്യശാഖ തന്നെ മാറി. ഹൃദയം പൊട്ടുന്ന വേദനയാൽ നൂറ്റാണ്ടിനെ വരച്ചിട്ട കവിത, ഒപ്പം കൂരമ്പുകൾ പോലെ രാഷ്ട്രീയ വിമർശനവും. പിന്നാലെ വന്ന ബലിദർശനം കവിതാശൈലികളെയെല്ലാം പുതുക്കി. കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ നേടിയ കൃതി. കേരളത്തിന്റെ എഴുത്തച്ഛൻ പുരസ്കാരവും കേന്ദ്രത്തിന്റെ ജ്ഞാനപീഠവും എത്തും മുമ്പ് മലയാളത്തിലെ പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളെല്ലാം കുമരനെല്ലൂരിലെത്തി. വയലാർ പുരസ്കാരം, ഓടക്കുഴൽ പുരസ്കാരം, സഞ്ജയൻ പുരസ്കാരം, പത്മപ്രഭ പുരസ്കാരം എന്നിങ്ങനെ. ആകാശവാണി കോഴിക്കോട്, തൃശൂർ സ്റ്റേഷനുകളിൽ 29 വർഷം നീണ്ട ഔദ്യോഗിക ജീവിതം. പിന്നെ എണ്ണമില്ലാത്തത്ര കവിയരങ്ങുകളും നാടക സദസ്സുകളും. ഇതാണഴക്, ഇതേ സത്യം, ഇതു ശീലിക്കൽ ധർമ്മവും. തോക്കിനും വാളിനും വേണ്ടി ചെലവിട്ടോരിരുമ്പുകൾ ഉരുക്കി വാർത്തെടുക്കാവൂ ബലമുള്ള കലപ്പകൾ. എത്രയെത്ര കവിതാശകലങ്ങളാണ് ഇനിയുള്ള കാലം മലയാളത്തിന് ചൊല്ലാൻ ബാക്കിയുള്ളത്. 20-ാം നൂറ്റാണ്ടിലെ കമ്മ്യൂണിസ്റ്റ് വിമർശനം മാത്രമല്ല, ജീവിതശൈലി വിമർശനവും ഇന്നത്തെ മാനദണ്ഡങ്ങളിൽ വിലപ്പോകുന്നതല്ല. ആധുനികതയുടെ ജീവിതശൈലികളെക്കുറിച്ച് എഴുതുമ്പോൾ തന്നെ പരിഹാസരൂപേണയുള്ള വിമർശനവും അക്കിത്തം കൊണ്ടു നടന്നു. കുങ്കുമം വാരി വീശുന്നു സായന്തന വിഭാകരൻ, അതും പൂശി നടക്കുന്നു ലക്ഷപ്രഭുകുമാരികൾ. ആധുനികത വന്നു തുടങ്ങിയ ലോകത്തെക്കുറിച്ചാണ് അക്കിത്തം എഴുതിയത്. അതുപക്ഷേ അന്നൊക്കെ കേരളത്തിൽ കണ്ടു തുടങ്ങുന്നതേയുണ്ടായിരുന്നുള്ളൂ. സൂര്യൻ വാരി വീശിയ കുങ്കുമം പൂശി നടക്കുന്ന ലക്ഷപ്രഭുകുമാരികൾ, ഉയർന്ന സാമ്പത്തിക നിലയുള്ളവരുടെ ജീവിതം. അതുവരെ മുക്കുവർ മീൻ പിടിക്കാൻ നടന്ന ബീച്ചുകളിൽ ഉലാത്താനെത്തുന്നു. കേരളത്തിന് ബീച്ചുകളിലെ ആ ചടുലായത നേത്രകളുടെ യാത്രകൾ പുതുമയായിരുന്നു. മുക്കുവൻ ചാട്ടുളികളാൽ മീൻ പിടിക്കുമിടങ്ങളിൽ ബീച്ചിലെത്തിയുലാത്തുന്നു ചടുലായത നേത്രകൾ. ഇതുവരെയുള്ള വരികൾ ആധുനികതയെ കാണിച്ചു തരുന്നവയാണ്. പിന്നെ എഴുതുന്നതിനെ ഇന്നത്തെ ലോകം എങ്ങനെ കാണും? നൂറ്റാണ്ടൊന്നു മാറിയതോടെ അപ്രസക്തമാണ് ആ കാഴ്ചപ്പാട്. വല പോലുള്ള ബോഡീസും കണ്ണാടിപ്പട്ടുസാരിയും വരിഞ്ഞു മസ്തകം പൊക്കി വിലസിടുന്ന ലേഡികൾ. അവർ പൂമരക്കാട് മുഴുവൻ തലയിൽ കെട്ടിവെച്ചവരാണ്. വകഞ്ഞ മുടി രണ്ടാക്കി മെടഞ്ഞിട്ടാണ് നടപ്പ്. ഇതിഹാസം എഴുതുമ്പോൾ സൂക്ഷ്മമായ കാര്യങ്ങൾ മാത്രമല്ല, ഇന്ന് നിസാരമെന്ന് തോന്നുന്നവയും കടന്നുവരും. പൂമരക്കാടു മുഴുവൻ തലയിൽ കെട്ടിവെച്ചവർ വകഞ്ഞ മുടി രണ്ടാക്കി മിടഞ്ഞിട്ടാട്ടിടുന്നവർ. മുടി ബോബ് ചെയ്ത സ്ത്രീകളെ കണ്ടു തുടങ്ങിയ 1940-കൾ. അലസമവർ നടന്നു വന്ന ലോകം കവിതയിൽ വരച്ചിട്ടിട്ടുണ്ട് കവി. ബോബ് ചെയ്ത ശിരസാകെ വല കെട്ടി നടപ്പവർ അലസം മുടി കാറ്റത്ത് ചിക്കിയിട്ടു വരുന്നവർ. കവിത ഒറ്റയടിപ്പാതയിലൂടെ യാത്ര ചെയ്യുന്ന സംഭവമല്ലെന്ന് ആദ്യം മലയാളത്തെ പഠിപ്പിച്ചത് അക്കിത്തമാണ്. കാണാം അക്കിത്തം കവിത വളർന്ന പൊന്നാനി കളരിയെക്കുറിച്ച് ഇടവേളയ്ക്ക് ശേഷം. കരഞ്ഞു ചൊന്നേൻ ഞാനന്ന് ഭാവി പൗരനോടിങ്ങനെ, വെളിച്ചം ദുഃഖമാണുണ്ണി തമസ്സല്ലോ സുഖപ്രദം. വെളിച്ചം ദുഃഖമാണുണ്ണി
തമസ്സല്ലോ സുഖപ്രദം. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസ്സല്ലോ സുഖപ്രദം. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസ്സല്ലോ സുഖപ്രദം. എന്നും ഒരേ കടവിൽ നിന്ന് മറുകരയിലേക്ക് കൃത്യമായി തുഴഞ്ഞു പോയിരുന്ന വഞ്ചിയായിരുന്നു അതുവരെ മലയാള കവിത. അവിടെയാണ് കുത്തൊഴുക്കിലേക്ക് കുട്ടവഞ്ചിയുമായി അക്കിത്തം ഇറങ്ങിയത്. പൊന്നാനിക്കളരിയിൽ നിന്നാണ് ആ കവിതയുടെ തുടക്കം. നാലപ്പാട്ട് നാരായണമേനോൻ, വീട്ടിപ്പട്ടതിരിപ്പാട്, ഇടശ്ശേരി ഗോവിന്ദൻ നായർ, PC കുട്ടിക്കൃഷ്ണൻ, പ്രേംജി, MP ശങ്കുണ്ണി നായർ, ബാലാമണിയമ്മ, മാധവിക്കുട്ടി. പൊന്നാനിക്കളരിയിലെ മഹാസാഹിത്യകാരന്മാരിൽ ഒരാൾ കൂടി ഇനി ഓർമ്മയാകുകയാണ്. മഹാകവി അക്കിത്തം. പൊന്നാനി കേന്ദ്രമാക്കിയ എഴുത്തുകാരുടെ സാഹിത്യകളരി മലയാള സാഹിത്യത്തിൽ നിർണായക സംഭാവനകളാണ് നൽകിയത്. 1930കളിൽ രൂപം കൊണ്ട സാഹിത്യവേദിയായ പൊന്നാനിക്കളരിയെ നയിച്ചത് ഇടശ്ശേരിയായിരുന്നു. അതേ ഇടശ്ശേരിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി എന്നയാളെ അക്കിത്തം എന്ന ഹൃദയത്തിൽ കണ്ണുള്ള കവിയാക്കി മാറ്റുന്നതിൽ വഴികാട്ടിയായി മാറിയത്. പൊന്നാനിക്കളരിയിലെ സജീവ സാന്നിധ്യമായിരുന്ന അക്കിത്തത്തിൻ്റെ കവിതകൾ ആദ്യകാലങ്ങളിൽ ഇടശ്ശേരിയുടെ കരസ്പർശമേറ്റാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. അക്കിത്തം ഉൾപ്പെടെ പൊന്നാനിക്കളരിയുടെ ഭാഗമായവരെല്ലാം മലയാളം അഭിമാനിക്കുന്ന സാഹിത്യ പ്രതിഭകളായി. സാഹിത്യ ചർച്ചകൾ നടത്തിയും സാഹിത്യരചനകൾക്ക് പ്രകാശനത്തിന് വഴിയൊരുക്കിയും പൊന്നാനിക്കളരി സജീവമായി നിന്ന കാലം സാഹിത്യത്തിൻ്റെ സുവർണ കാലം കൂടിയായി മാറി. അക്കിത്തം അതിലെ സുവർണ കണ്ണിയായിരുന്നു. MT വാസുദേവൻ നായരും പൊന്നാനിക്കളരിയുടെ ഭാഗമാണ്. നമ്പൂതിരി സമുദായത്തിൽ കവിത കൊണ്ടുവരുത്താൻ ശ്രമിച്ച തിരുത്തലുകളാണ് അക്കിത്തത്തെ ആദ്യം ശ്രദ്ധേയനാക്കുന്നത്. ഊശിക്കുടുമ മുറിച്ചും മേൽമീശ വളർത്തിയും ചിട്ടകൾ തെറ്റിക്കുന്ന തലമുറയെ അവതരിപ്പിക്കുന്നുണ്ട് കവി. ഊശിക്കുടുമ മുറിച്ചു വളർത്തി മേൽമീശയും പൂണുനൂലൂരിക്കളഞ്ഞു ഞാൻ. ഊശിക്കുടുമ മുറിച്ചു വളർത്തി മേൽമീശയും പൂണുനൂലൂരിക്കളഞ്ഞു ഞാൻ. പണ്ടത്തെ മേൽശാന്തി ഒരു വിപ്ലവകരമായ കവിതയല്ല. അത് തിരുത്തിനെക്കുറിച്ചല്ല പറയുന്നതും. ചത്ത യാഥാസ്ഥികത്വത്തെ ഓർത്തുള്ള വിലാപമാണ്. ഇതൊന്നുമല്ല വേണ്ടതെന്നറിയാമെങ്കിലും ഒന്നും തെറ്റിക്കാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥ അവതരിപ്പിക്കുന്ന കവിത. ഈ ചത്ത യാഥാസ്ഥിതികത്വ സിംഹം ഗർജിക്കുമെന്നോർത്തു പരുങ്ങിടാതെ പുറത്തിറങ്ങിയിടുക ജന്മസൗഖ്യം തിരഞ്ഞു നമ്പൂതിരി കന്യകേ നീ. പിന്നോട്ടു കാൽ വെച്ചു നടന്നു പോകും മാമൂൽ പ്രിയർ കക്ഷി കലങ്ങിയേക്കാം. അവർക്കു കാതേകരുത് ഇല്ല നേരം, ഇന്നത്തെ നീ കർമ്മസുബദ്ധയത്രേ. ജാതിയെയും മതത്തെയും 4 വരിയിൽ വിമർശിക്കുന്നുണ്ട് പണ്ടത്തെ അക്കിത്തം. ഗദ്യത്തിൽ മാത്രം സാധാരണ കണ്ടിട്ടുള്ള പരിഹാസമാണ് ആ വരികളുടെ കൂട്ട്. ജാതി കൃഷിക്ക് മലനാടുത്തമമെന്ന് കൃഷി വിദഗ്ധന്മാർ, എന്നാൽ അവിടെ മതകൃഷിയാണധികം മെച്ചമെന്ന് അരവിദഗ്ധൻ. പുസ്തകജ്ഞാനം വെച്ച് ചോരയുള്ള മനുഷ്യരെ വാഴ പോലെ മുറിച്ചിട്ടതും ഓർമ്മിപ്പിക്കുന്നുണ്ട് കവി. ലോകം കൈവെള്ളയിലാണെന്ന് അഹങ്കരിക്കുന്നവർക്കുള്ള വിമർശനമാണത്. പുസ്തകജ്ഞാനവും വെച്ചു ചോരയുള്ള മനുഷ്യരെ വാഴയെ പോലറുപ്പിച്ചു ഞാനാം പാതാള ഭൈരവൻ. കോഴിമുട്ട കണക്കെന്റെ കൈവെള്ളയിൽ അടക്കിടാം ഈ മഹാബ്രഹ്മഗോളത്തെ എന്നു തെറ്റിദ്ധരിച്ചു ഞാൻ. ഗുരുവായൂരിൽ ചെന്ന് എന്ന് അക്കിത്തം പാടിയ വരികളുണ്ട്. ഞാനുണ്ട്, ഈശ്വരനുണ്ട്, രണ്ടിനുമിടയ്ക്ക് ഈ വിശ്വരൂപത്തിൽ കാണപ്പെട്ടവയൊക്കെയുണ്ട് എന്നാണ് വരികൾ. അവിടെ കഴിയുന്നില്ല, പെട്ടെന്ന് തോന്നുകയാണ് ഞാനും ഈശ്വരനുമില്ലെന്ന്. കവിയുടെ ആ വരികളുടെ അർത്ഥം ചർച്ച ചെയ്ത് തീർന്നിട്ടില്ല ഗവേഷക തലമുറ. ഞാനുണ്ടീശ്വരനുണ്ട്, രണ്ടിനുമിടയ്ക്ക് വിശ്വരൂപത്തിൽ മേ
കാണപ്പെട്ടവയൊക്കെയുണ്ട് വിമലാകാശത്തു താരം വരെ. ഞാനുണ്ടീശ്വരനുണ്ട് രണ്ടിനുമിടയ്ക്ക് വിശ്വരൂപത്തിൽ മേ. കാണപ്പെട്ടവയൊക്കെയുണ്ട് വിമലാകാശത്തു താരം വരെ. ഞാനില്ല ഈശ്വരനില്ല രണ്ടിനുമിടയ്ക്ക് വിശ്വരൂപത്തിൽ മേ. കാണപ്പെട്ടവയൊന്നുമില്ല വിമലാകാശത്തു താരം വരെ. അക്കിത്തത്തിന് രാഷ്ട്രീയമുണ്ടായിരുന്നു. ആ രാഷ്ട്രീയത്തെ തള്ളുകയോ കൊള്ളുകയോ ചെയ്യാം. പക്ഷേ അക്കിത്തം ആധുനികതയിലേക്ക് ഇട്ട ആ പാലം, അത് പൊളിക്കാൻ മലയാളം ഉള്ളിടത്തോളം കഴിയില്ല. കാരണം കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഭാഷ സഞ്ചരിക്കുന്നത് ആ വഴിയിലൂടെയാണ്. മലയാളത്തിൽ വേറെ ഒരുപാട് കാവ്യ ഇതിഹാസങ്ങൾ ഉണ്ടായിട്ടില്ലല്ലോ. കരഞ്ഞു ചൊന്നേൻ ഞാനന്ന് ഭാവി പൗരനോടിങ്ങനെ, വെളിച്ചം ദുഃഖമാണുണ്ണി തമസ്സല്ലോ സുഖപ്രദം. വെളിച്ചം ദുഃഖമാണുണ്ണി തമസ്സല്ലോ സുഖപ്രദം.